ഊണിന് ശേഷമാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് അരി ചൂടുവെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും കുക്കറിലാണ് ചോറ് വെക്കുന്നത്. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകിയെടുത്ത അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലെ പതയെല്ലാം പോയി കഴിയുമ്പോൾ കുക്കറിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ച് ഒരു 2 വിസിൽ കൊടുത്ത് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്ന് വെള്ളമില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. ചിക്കൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയതിലേക്ക് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്ത തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത മിക്സ് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് കോവയ്ക്ക എല്ലാം അരിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് അത് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം.